പാലക്കാട് കൊട്ടേക്കാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം. പ്രദേശത്തെ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആന നാശം വിതച്ചത്. നെല്ല്, വാഴ, തെങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകൾ ആന നശിപ്പിച്ചതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാത്രിയിലാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ച ആന നെൽപ്പാടങ്ങളിലും വാഴത്തോട്ടത്തിലും കയറി വ്യാപക നാശം വിതയ്ക്കുകയായിരുന്നു. നിരവധി തെങ്ങുകളും നശിപ്പിച്ചു. മുൻപും ഇതേ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആവർത്തിച്ച് വന്യമൃഗശല്യം നേരിടേണ്ടി വരുന്നത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ തവണയും വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നതെന്നും ഫലപ്രദമായ സ്ഥിരം പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. കാട്ടാനയുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനാതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും ജനവാസ മേഖലയിലേക്ക് ആനയിറങ്ങുന്നത് തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങളായിട്ട് വന്യമൃഗത്തിന്റെ ശല്യമുണ്ട്. അത് പുലിയാണെങ്കിലും ആനയാണെങ്കിലും പന്നിയാണെങ്കിലും നിരന്തരം കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കർഷകർ ഇപ്പോൾ വിത്തിറക്കിയിട്ടുള്ളത്. കടം വാങ്ങിയിട്ടാണ്. നെല്ലിൻ്റെ പൈസ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു ഖേദകരമായിട്ടുള്ള സംഭവം. കാരണം കർഷകരിങ്ങനെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇറക്കിയുമ്പോൾ രാവിലെ എണീറ്റ് പാടത്ത് വരുമ്പോൾ നോക്കുന്നത് ആന ഇറങ്ങി നശിപ്പിക്കുന്നതാണ്. ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. നമുക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. ഇവിടെയാണെങ്കിൽ ധാരാളം ആൾതാമസമുള്ള പ്രദേശമാണ്. ഒരു 10 മീറ്റർ ആണ് ഇവിടെ ഇതിൻ്റെ ഈ കാര്യസ്ഥൻ ഇവിടെ താമസിച്ചത്. അപ്പോൾ ഭാഗ്യത്തിലാണ് അയാൾ രക്ഷപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രിയോ അല്ലെങ്കിൽ ആളുകൾ ഏത് നേരത്താണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതിലുപരി ഈ നാശങ്ങൾ മൊത്തത്തിൽ കർഷകൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള സ്ഥിതി വരെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട അതിന് ഫോറസ്റ്റ് ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, പഞ്ചായത്താണെങ്കിലും ശരി, അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ കർഷകരെന്ന രീതിയിൽ നമ്മുടെ അഭിപ്രായം. കാരണം വെറുതെ അഭിപ്രായം പറയാൻ നമ്മളിങ്ങനെ ആളുകളുടെ അടുത്ത് വരികയപ്പോൾ നിങ്ങൾ വരുന്നു, നിങ്ങൾ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതുപോലെ നിരവധി ചാനലുകൾ വരാറുണ്ട്, വന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ സങ്കടം കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം എത്രയും വേഗം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.